തൊഴിൽ വാർത്ത, അതേപോലെ തന്നെ തൊഴിൽ വേദി തുടങ്ങിയ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ എങ്ങനെ ഒരാഴ്ച കൊണ്ട് എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുന്നതെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പറയട്ടെ, PSC പഠനത്തിൽ ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ ബിഗിനേഴ്സ് കാണുമ്പോൾ ഇനിയിപ്പോൾ ഇതും വാങ്ങി പഠിക്കണോ, ഇതിൻ്റെ കൂടെ SCRTയും റാങ്ക് ഫയലും എല്ലാം നോക്കുന്നതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇതും പഠിക്കണോ എന്നൊക്കെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞ ആദ്യം തന്നെ ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിവിഷൻ ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇത് വാങ്ങി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരോട് ഞാൻ ഒരിക്കലും ഇത് വാങ്ങി പഠിക്കാൻ പറയില്ല. അവരൊരു വിധം എത്തിക്കഴിഞ്ഞ ശേഷം ഇതേപോലെ തൊഴിൽ വാർത്തയൊക്കെ നോക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതിലെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് നമ്മുടെ ജോലി ഒഴിവുകൾ അറിയാനും അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത ജോബിന് എത്ര പേര് അപ്ലൈ ചെയ്തു അങ്ങനത്തെ ഡീറ്റെയിൽസും അതേപോലെ എക്സാം എപ്പോഴാണ് അങ്ങനെ എക്സാമിനെ കുറിച്ചിട്ടുള്ളതും പിന്നെ ജോലി കിട്ടിയവരുടേതായിട്ടുള്ള ഡൗട്ടുകളും അവരുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാര്യം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണ്ടാവില്ല, കണ്ടില്ലേ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് പരീക്ഷ 19 സെപ്റ്റംബർ 19 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര പേരെ ഓരോ ജില്ലയിലും അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമുക്ക് വല്ലാതെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് യൂട്യൂബിലും കിട്ടും, ഓരോ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം അങ്ങനെ കിട്ടാത്തവർക്കൊക്കെ ഇതിൽ നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കാന്നേ ഉള്ളൂ. അപ്പം ഞാനൊന്നും അവിടെ വലുതായിട്ട് നോക്കില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ നോക്കും. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് മാത്രം ഒന്ന് വായിച്ചു നോക്കും, ബാക്കിയുള്ളതൊന്നും അങ്ങനെ നോക്കാറില്ല. അപ്പം നമുക്ക് ജോലിയുടെ നോട്ടിഫിക്കേഷൻസുകളൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ യൂട്യൂബിലും ടെലിഗ്രാമിലൊക്കെ അത് അപ്പം തന്നെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈഡിൽ അങ്ങനെ വല്ലാതെ നോക്കാറില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് നോക്കേണ്ടത്. ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് ഇത് പഠിക്കാൻ വരിക. കറണ്ട് അഫയേഴ്സ്, ഇതിലത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും ഉത്തരം, അതിനെ കുറിച്ചിട്ടുള്ള ചെറുതായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ കറണ്ട് അഫെയർ ഇതിൽ. അതായത് ഇതിൻ്റെ സപ്ലിമെൻറ്റിലും ഉണ്ട് കറണ്ട് അഫെയർ, ഹരിശ്രീയിലും ഉണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പേജിൽ മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്തായാലും പഠിച്ചെടുക്കുക. അപ്പം നമുക്ക് കറണ്ട് അഫെയർ അങ്ങനെ സെറ്റായിട്ട് പോകും. പിന്നെ ഈ ഒരു കറണ്ട് അഫെയർ മാത്രം പോരാട്ടോ, നമ്മൾ PSC ബുള്ളറ്റിനിൽ വരുന്നതും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ റെഫർ ചെയ്ത് അതിൽ നിന്നും ഒക്കെ കിട്ടും നമുക്ക് ഇഷ്ടം പോലെ. അപ്പോൾ അതെല്ലാം പഠിച്ചെടുക്കണേ, അല്ലാതെ ഇതിനെ മാത്രം ആശ്രയിച്ചിരിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതാ കണ്ടില്ലേ, സ്മാർട്ട് സ്റ്റഡി വർക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, സ്മാർട്ട് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കമ്പനി ബോർഡിൽ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിൻ്റെ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ 10th പ്രിലിംസിൻ്റെ ആണ് മെയിനായിട്ട്. അപ്പം നമുക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എക്സാമിനോട് അടുക്കുന്നത് കൊണ്ട് തന്നെ അവർ 2 സെറ്റായിട്ട് തന്നിട്ടുണ്ട്. OMR എക്സാം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ OMR ഷീറ്റുണ്ട്, അത് ഹരിശ്രീയിലെ ലാസ്റ്റ് പേജിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ OMR ഷീറ്റൊന്നും വാങ്ങി എഴുതേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ എഴുതാം. അപ്പോൾ അതും വളരെ നല്ലതാണ്. ഇനി ഞാനിതെങ്ങനെയാണ് പഠിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ മോക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. എക്സാമിന് കുറച്ച് സമയമായതുകൊണ്ട് കണ്ടോ, ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി വെക്കും ഇവിടെ നോക്കിയിട്ട് ഉത്തരങ്ങൾ. അവിടെ ആദ്യമേ പോയി നോക്കില്ല കേട്ടോ, ഞാൻ ഇതുപോലെ വായിക്കും, എന്നിട്ട് ഉത്തരം എനിക്ക് അറിയുന്നുണ്ടോ നോക്കും, എന്നിട്ട് ആ ഉത്തരം ശരി തന്നെയാണോ എന്ന് നോക്കും, എന്നിട്ട് അടയാളപ്പെടുത്തി വെക്കും. അങ്ങനെ അറിയാത്ത ഉത്തരവാണെങ്കിലും നോക്കും, അതേപോലെ അറിയുന്നതാണെങ്കിൽ അത് ശരിയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് ഞാൻ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കും. അപ്പോൾ അവൾ തൊഴിൽ വീതിയാണ് വരുത്തുന്നത്, അപ്പോൾ അവൾ തിരിച്ച് എന്നോട് അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയാണ് ഞങ്ങളിത് രസകരമായിട്ട് പഠിക്കാറ് കേട്ടോ. അല്ലാതെ നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് വരും, ഇതങ്ങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പുതിയതായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് മിനിഞ്ഞാന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഞാനിത് നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സും കുറച്ച് ക്വസ്റ്റ്യൻസും മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കാണ്ട് അതാണ് കേട്ടോ, ഇതിലൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഓരോ മോക്ക് ടെസ്റ്റും നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കേട്ടറ്റിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ അവർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഓരോ ലെവൽ എക്സാമിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. ഇനിയിപ്പോൾ ഫോഴ്സ് ലെവൽ എക്സാമിൻ്റെ ആണെങ്കിലും അതിലെ GK ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഫോഴ്സ് എക്സാം എഴുതാത്തവർക്ക് അതൊക്കെ നോക്കാം, GK പാർട്ടും കൂടി നോക്കാം. അപ്പം ഞാനിത് രസകരമായി പഠിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. ഹരിശ്രീയിലെ ആണെങ്കിലും ശരിയും ഇതിലെ ആണെങ്കിലും ശരി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ട് ഇത്രയും ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടോ ഗ്രൂപ്പായിട്ട് ഇരുന്ന്, പുറത്ത് പോയി പഠിക്കുന്നവരാണെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ പഠിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തീരും കേട്ടോ, ഉറപ്പാണേ പെട്ടെന്ന് തീർന്ന് കിട്ടും. അപ്പോൾ ഇനി ഇതുവരെ നിങ്ങൾ അങ്ങനെ പഠിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ PSC പഠിക്കുന്നവർ, അവരുടെ അടുത്ത്
ഇതേപോലെ ഗ്രൂപ്പ് കോൾ ചെയ്തിട്ടോ കോൺഫറൻസ് കോൾ ഇട്ടിട്ടൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അത് നല്ല രസകരമാവും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് വരും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ട് അവരോട് ചോദിക്കാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗവും വായിച്ചെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേന്ന് തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കൂ, ഇതൊക്കെ എത്ര പെട്ടെന്നാണ് കഴിയാമെന്നറിയോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാനിങ്ങനെയാണ് പഠിക്കാറ്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ കംപ്ലീറ്റ് ആവാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് റിവിഷൻ വീണ്ടും ആ ഒരാഴ്ചയിൽ ചെയ്യാറുള്ളത്. കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ തൊഴിൽ വാർത്ത, തൊഴിൽ വേദിയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.